നാഗലശ്ശേരി കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.20 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനകം മണ്ഡലത്തിലെ 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 49.67 കോടി രൂപ ലഭ്യമാക്കി. മണ്ഡലത്തിൽ ഫണ്ട് ലഭിക്കാത്ത ഏതെങ്കിലും സ്കൂൾ ഉണ്ടെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 വർഷം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളിലും പ്ലാൻ ഫണ്ട് അനുവദിക്കാൻ ബാക്കിയുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിൽ ഈ 3 വർഷമായില്ല, 2 വർഷവും 10 മാസത്തിനുമിടയിൽ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായി അനുവദിച്ച തുക, അതിന്റെ വലിപ്പം നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 49,67,40,45,000 രൂപയാണ് 3 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. 38 സ്കൂളുകൾ, അതിൽ 26 എണ്ണം കെട്ടിടമാണ്. 26 സ്കൂളുകൾക്ക് കെട്ടിടമാണ്, 7 സ്കൂളുകൾക്ക് ബസ്സാണ്, ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ, ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ്. നെല്ലിക്കാട്ടിരി അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 5 കൊല്ലം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളും പ്ലാൻ ഫണ്ട് ലഭിക്കാൻ ബാക്കിയുണ്ടാവില്ല. കേരളത്തിൽ തന്നെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളിനും ഫണ്ട് കിട്ടുക എന്നത്. പരിപാടിയിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. വാർഡംഗം പ്രിയ സുരേഷ്, പ്രധാനാധ്യാപിക K പുഷ്പലത, തൃത്താല AO PV സിദ്ദിഖ്, തൃത്താല BPC K പ്രസാദ്, PTA പ്രസിഡന്റ് PV നിഷാദ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.